ഞാൻ ആദ്യമായിട്ടാണ് ബാഹുബലി 1 കാണുന്നത്. പിന്നെ 2 പ്രഭുവും ദേവാസുരൊക്കെ വരുന്ന ഒരു പക്ഷേ ഇത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേറെ രീതി. ഇന്ത്യൻ സിനിമയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പടമാണ് ഈ എപ്പിക്. അതായത് ബാഹുബലി ഇറങ്ങിയിട്ട് 12 വർഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ബാഹുബലി 1 കാണുന്നത്. പിന്നെ 2 എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയിരുന്നു. നല്ലതായിരുന്നു. മടുത്തേയില്ല, അറിഞ്ഞില്ല നമ്മൾ കുറച്ച് കട്ട് ചെയ്തു. പാട്ടൊക്കെ കുറച്ച് പോയി. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പാട്ടും കൂടെ പിന്നെ ലാസ്റ്റ് എല്ലാവരും എന്തോ എക്സ്പെക്ട് ചെയ്തു, അതും ഉണ്ടായില്ല. നമുക്ക് മനസ്സിലാവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വേറെ രീതിയിൽ. പിന്നെ സീൻസ് അറേഞ്ച് ചെയ്തൊക്കെ കുറച്ച് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പോൾ ഒരു ന്യൂ ആയിട്ട് കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. അടിപൊളിയാണ്. ഇല്ല, അത് കുഴപ്പമില്ല. ഇത് 6 മണിക്കൂറുള്ള ഒരു മൂവി അവർ 4 മണിക്കൂറായി ചുരുക്കുമ്പോൾ എന്തായാലും കുറച്ച് കുറവുണ്ട്. ഫുൾ ലെങ്ത് കാണുന്നതിനേക്കാൾ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ബോറടിച്ചൊന്നുമില്ല. നല്ല ഫുൾ ലെങ്ത്തിൽ കാണാൻ പറ്റും. 10 വർഷത്തിന് ശേഷം കാണുന്നില്ല. കുറച്ചൊക്കെ മാറ്റി. സോങ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. സീൻസും കുറെയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. സ്പീഡിൽ ചില സീൻസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷെ ഓക്കെയാണ്. 10 വർഷത്തിന് ശേഷം കാണാൻ. ആദ്യം ഇറങ്ങിയ സമയത്തൊന്നും കാണാൻ പറ്റില്ലേ. ഇനിയിപ്പോൾ ഒന്ന് കണ്ടു. നല്ല ഇതായിരുന്നു. തിയേറ്ററിൽ വന്നിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ് സിനിമ? തിയേറ്ററിൽ എല്ലാവർക്കും ഭയങ്കര രസമാണ്. രാവിലെ 7 മണിക്കുള്ള ഷോ അല്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. 3.25 മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ലാഗ് തോന്നിയോ? ഒരു സീൻ മാത്രമാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഫ്രഷ് ആയിട്ടുള്ളത്. പക്ഷെ അത് നല്ല ഗൂസ് ബോംബ് സീനായിരുന്നു. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും മനോഹരി പാട്ട് മാത്രം അവർ കട്ട് ചെയ്ത് അത് സങ്കടമായി പോയി. ബാക്കി 2 പാട്ട് പോയി കുഴപ്പമില്ല. പക്ഷെ ആ പാട്ട് പോലെ വിഷമമുണ്ട്. അത്രേ ഉള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് സെയിം ആണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ബാഹുബലി 3 എന്നീ ക്ലൂ കാണിക്കാൻ ഉദ്ദേശിച്ചാണ് പോയത്. എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. പിന്നെ കട്ട് ചെയ്ത പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഡിലീറ്റ് ചെയ്ത പോർഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 പാട്ടുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അറിയാത്ത രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. സെക്കൻഡ് പടം ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. നല്ല എക്സ്പീരിയൻസ് ആണ്. തേർഡ് ഭാഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എനിക്ക് അടിച്ചൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പോയിരുന്നു കാണണം. ഇല്ലെങ്കിൽ വെറും ഇതാണ്. ഫാൻസൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. സൂപ്പറാണ്. 1-2 കൂടെ ഒരുമിച്ച് കണ്ടിരിക്കണം. 3.25 മണിക്കൂർ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഫാൻസിലൂടെ കാണുമെങ്കിൽ ഇതൊന്നും ഒരു വിഷയമായിരുന്നു. ബാഹുബലി ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസം തീർത്ത ഒരു സിനിമയാണ്. വീണ്ടും കണ്ടപ്പോഴെന്നല്ല, ഇത് ആദ്യമായിട്ട് കാണുന്ന ഫീലാണ് ശരിക്കും വന്നിട്ടുള്ളത്. കാരണം 1 മിനിറ്റ് പോലും നമുക്ക് കണ്ണെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാജമൗലിയും ടീമും ഒക്കെ നമുക്ക് വീണ്ടും 3.25 മണിക്കൂർ സത്യം പറഞ്ഞാൽ ഇൻ്റർവെല്ലായപ്പോൾ പെട്ടെന്ന് തുടങ്ങുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 2 എപ്പിക്കും കൂടെ ചേർത്ത് ഷോർട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ആദ്യം കണ്ട ഫീൽ ഇതിനകത്ത് വരുത്തി എന്നുള്ളത് വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഒപ്പം 3.25 മണിക്കൂർ എന്താ പറയുക, മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു എന്താ പറയുക, ഒരുപാട് എപ്പിക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് എടുത്ത ആ ഒരു ധൈര്യവും അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് മാത്രം കണ്ട ആൾക്കാരുണ്ടാവും, അതിനകത്ത് കുറച്ച് ഡൗട്ട് ഉണ്ടാവും. സെക്കൻഡ് മാത്രം ആൾക്കാർ ഒരു ഡ്യൂറേഷൻ വന്നല്ലോ അതിൻ്റെ ഇടയിൽ. ഈ 2 ഡ്യൂറേഷനെതിരെയും ഒറ്റ ഒരു പാർട്ടായിട്ട് ഇതിൽ കാണിക്കാൻ കാണിച്ച ഒരു അഗ്രസീവിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. ഒരു രക്ഷയില്ല. നമുക്ക് എന്താ പറയുക, ആദ്യം കണ്ട ഫീല് തിയേറ്ററിലെ ഓരോ പ്രേക്ഷകരും ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൈയടിയും ആരവവും എന്തൊരു കൂർക്ക് വിളിയും ഒരു വല്ലാത്തൊരു എനർജറ്റിക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഫുള്ളി എൻ്റർടൈനർ. മാറ്റം വരുത്തിയ സീനൊക്കെ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യുക. സൂപ്പർ, അടിപൊളി. മലയാള സിനിമയിൽ നമുക്ക് തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ വരാൻ വേണ്ടിയൊക്കെ. ഒരുപാട് പടം 2-3 പടം ലാലേട്ടൻ തന്നെ ഒരുപാട് രാവണപ്രഭുവും ദേവാസുരൊക്കെ വരുന്ന ഒരു പക്ഷേ ഇത്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം ഇതിൽ നമുക്ക് ആ ഇൻ്റർവെൽ സമയത്ത് നമുക്ക് ഇറങ്ങിപ്പോകണോ അതാ പെട്ടെന്ന് തുടങ്ങുമോ എന്നുള്ള. പക്ഷേ രാവണപ്രഭുവും അത്തരത്തിലുള്ള നമ്മൾ ഈ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് ഇറങ്ങി പോവില്ല. കാരണം അത്രത്തോളം രോമാഞ്ചമാണ് ആ സിനിമയൊക്കെ. നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലൊരു എപ്പിക്കായിട്ട് വരട്ടെ എന്ന്. ഒരുപാട് നമുക്ക് പറയാൻ വേണ്ടി ഒരുപാട് അക്കരെ പഴയ കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷേ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് മലയാള സിനിമയിൽ കിരീടവും അതുപോലെ ചെങ്കോലും പോലുള്ള രാവണപ്രഭു ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെയാണ് നമ്മൾ ഇതുപോലെ ആഗ്രഹിക്കാൻ, നമുക്ക് വരാൻ ആഗ്രഹിക്കാൻ പരിശ്രമിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പടമാണ് ഈ എപ്പിക്. അതായത് ബാഹുബലി ഇറങ്ങിയിട്ട് 12 വർഷമായി. ഇതുവരെ ഈ പടത്തിന് ശേഷമോ ഇതിന് മുമ്പോ ഇതുപോലത്തെ ഒരു ഇതിഹാസ സിനിമ വന്നിട്ടില്ല. ആ റേഞ്ചിലാണ് പടം. 3-4 മണിക്കൂറുണ്ട്. ഒരു സീന് പോലും നമുക്ക് ബോറോ കാര്യങ്ങളോ ഒന്നും അടിക്കാതെ റീറിലീസ് ചെയ്തിട്ട് ഗൂസ് ബംസ് തോന്നിക്കണമെങ്കിൽ അത് രാജമൗലിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരു സീൻ അധികം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, ഒരൊറ്റ മിനിറ്റുള്ള ഇത്. അത് വേറെ ലെവലെന്ന് വെച്ചാൽ ലെവലാണ്. തുടക്കം മുതൽ അവസാനം വരെ ഗൂസ് ബംസ് തന്നെയാണ്. പടം നമുക്ക് തിയേറ്ററിൽ വീണ്ടും റീറിലീസ് ചെയ്ത് വീണ്ടും വന്ന് കാണാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് മാറിയിരിക്കുന്നത്. വേറെ ലെവലാണ്. രാജമൗലി ഒരു രക്ഷയില്ലാത്ത ലെവലാണ് പടം കൊണ്ടുവച്ചിരിക്കുന്നത്. കുറെ സീനുകളും കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്തെങ്കിൽ അത് പറഞ്ഞിരിക്കുന്ന രീതിയും കാര്യങ്ങളും ഞാൻ സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പടമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്.
അത് 4 മണിക്കൂർ ഒരു സീന് പോലും കളയാതെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതാണ് രാജമൗലി റീ എഡിറ്റിൽ വിജയിച്ചിട്ടുള്ളത്. കാരണം രാജമൗലി അന്നേ മാസ്റ്റർ ക്രാഫ്റ്റാണ്, ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഡിസപ്പോയിൻമെന്റ് പറയാനുള്ള കുറെ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. ബാക്കിയെല്ലാം നല്ലതാണ്. 3 മണിക്കൂർ പോണ അറിയത്തില്ല, നല്ല രസമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായവർക്ക് ഇത് ഫസ്റ്റ് പാർട്ട് മണിക്കൂർ ഒരു ബോറിംഗ് ഒരു ലാഗ് പക്ക. സോങ് സീനുകൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. ഒന്നും രണ്ടും കൂടെ ഒരുമിച്ച് കുറെ കട്ട് സീൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കാണാത്ത പുതിയ സീൻസ് ഒക്കെ ഉണ്ട്. അല്ല, കുറെ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. ഉള്ളതിൽ പടം മൊത്തത്തിൽ കൊള്ളാം. അതിലുള്ളതിൽ ബെസ്റ്റ് സീൻസ് എടുത്ത് കാണിച്ചിട്ടുണ്ട്.